എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ തൃശ്ശൂർ നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ പേരും പ്രശസ്തിയും കൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. അതേ, നമ്മൾ ആറാട്ടുപുഴ മഹാക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആറാട്ടുപുഴ ക്ഷേത്രത്തിന് പ്രധാന പ്രതിഷ്ഠ ശാസ്താവാണ്. ഇതേ ഈ വിശാലമായ പാടത്താണ് പ്രശസ്തമായ ആറാട്ടുപുഴ പൂരം നടക്കാറുള്ളത്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പഴക്കം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രശസ്തി മനസ്സിലാവും. 3000-ലധികം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ആറാട്ടുപുഴ പൂരമാണെന്ന് വെച്ചാൽ 2000 വർഷത്തിലധികം പഴക്കമുള്ളൊരു ചടങ്ങ്, ഒരാചാരം. അത് കുറച്ച് കാലം എന്തോ മുടങ്ങിപ്പോയിട്ടുണ്ട് അത്രേ. പക്ഷേ 1400 വർഷത്തിലധികമായിട്ട് അതിങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയാണ് ഇത്രേ ആറാട്ടുപുഴ പൂരം. പൂരങ്ങളെ മാതാവ് അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു പൂരമാണത്. ഇവിടെ ഇങ്ങനെ എത്ര കഥകൾക്ക് ഈ പാഠം സാക്ഷിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ശാസ്താവാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ശാസ്താവ് ഒറ്റ ദേവനേ ഉള്ളൂ, അതായത് പ്രധാന പ്രതിഷ്ഠ മാത്രമേ ഇവിടെ ഉള്ളൂ. ഉപദേവന്മാർ ആരും ഇല്ല അവിടെ. ശാസ്താവ് എന്ന് വെച്ചാൽ ആ വിഗ്രഹത്തിൽ എല്ലാ ദൈവ ചൈതന്യവും ആ വിഗ്രഹത്തിലുണ്ടെന്നാണ് പറയണേ. പിന്നെ പ്രധാനപ്പെട്ട് പറയാനുള്ളത് അയോധ്യ കുലഗുരു ആയിരുന്ന സപ്തർഷികളിൽ ഒരാളായിരുന്ന വസിഷ്ഠ മഹർഷിയുടെ ദൈവീക ചേതനയും ഈ വിഗ്രഹത്തിലുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാറപ്പനാണ് നെടുനായകത്വം വഹിക്കുന്നത്. അപ്പം ഭഗവാൻ സ്വന്തം ഗുരുനാഥനെ കാണാൻ വരുന്ന ഇതാണ് ശരിക്കും ആറാട്ടുപുഴ പൂരം. വസിഷ്ഠ മഹർഷി എന്ന് വെച്ചാൽ ശ്രീരാമദേവൻ്റെ കുലഗുരുവാണല്ലോ. അപ്പോൾ ശ്രീരാമദേവൻ തൃപ്രയാരപ്പൻ സ്വന്തം ഗുരുനാഥനെ കാണാൻ വരുന്ന ചടങ്ങ് കൂടിയാണ് ആറാട്ടുപുഴ പൂരം. ശരിക്കും ഇന്നൊരു ചൊല്ലുണ്ട് അത്രേ, ഈ ആറാട്ടുപുഴ പൂരത്തിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ കൊണ്ട് 100 തൃശ്ശൂർ പൂരം നടത്താമെന്ന്. അതായത് തൃശ്ശൂർ പൂരം തുടങ്ങിയിട്ട് ശരിക്കും 200 വർഷം ആയിട്ടുള്ളൂ. അപ്പം എന്ന് വെച്ചാൽ ഇത് ഒരു 200 വർഷം മുമ്പ് ഒരു ആറാട്ടുപുഴ പൂരം നടക്കുമ്പം തൃശ്ശൂർ നഗരത്തിലുള്ള കുറച്ച് ചെറുപൂരങ്ങൾക്ക് വന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. അതായത് ആ വർഷം വളരെയധികം മഴയും കാറ്റും ഒക്കെ ആയിട്ട് അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരെ ഭ്രഷ്ട് കൽപ്പിച്ചു ഇത്രേ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന്. അപ്പം ശക്തൻ തമ്പുരാൻ രോഷാകുലനായി അടുത്ത വർഷം ഈ സമയത്ത് വേറൊരു പൂരം നടക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ അടുത്ത വർഷം തൊട്ടാണ് തൃശ്ശൂർ പൂരം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ശരിക്കും ഇത് 108 ആനകൾ 108 ദേവീദേവന്മാർ പങ്കെടുത്തിരുന്ന പൂരമായിരുന്നു. ഇപ്പം ആ സംഖ്യയൊക്കെ കുറഞ്ഞു. ഇപ്പം ശരിക്കും 24 തൃപ്പയാർ തേവരടക്കം 24 ദേവീദേവന്മാരാണ് പങ്കെടുക്കുന്നത്. 11 ശാസ്താക്കളും 12 ഭഗവതിമാരും ആണ് മറ്റ് ദേവീദേവന്മാർ. പിന്നെ ആറാട്ടുപുഴ ശാസ്താവാണ് ആതിഥേയൻ. പക്ഷെ ഇതിൻ്റെ നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവരാണ്. ആറാട്ടുപുഴ പൂരത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രം വരെ നേരത്തെ നടയടയ്ക്കൂത്രേ. പിന്നെ വടക്കുംനാഥ ക്ഷേത്രം, കൂടൽമാണിക്യ ക്ഷേത്രം, ശുചീന്ദ്രം, എല്ലാ ക്ഷേത്രം, ഈ പറഞ്ഞ ക്ഷേത്രങ്ങളെല്ലാം നട നേരത്തെ അടയ്ക്കും. അതായത് ദീപാരാധന കഴിഞ്ഞാൽ അത്താഴപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നട അടയ്ക്കും. അപ്പം അവരെല്ലാം അന്ന് ഇവിടെ സന്നിധരാണ്. ഈ ദേവഭൂമിയിൽ വരികയാണ്. കാശി വിശ്വനാഥനൊക്കെ അന്ന് ഇവിടെ എത്തുകയാണ്. അപ്പോൾ ഈ പുണ്യഭൂമിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അന്നൊരു ദേവസംഗമമാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. ആറാട്ടുപുഴ പൂരത്തിന് ഇവിടുത്തെ ചടങ്ങുകൾ 8 ചടങ്ങുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ക്രോഡീകരിച്ച് പറയാൻ പറ്റുന്നത്. അതായത് ഫസ്റ്റ് കൊടിയേറ്റാണ്. കൊടി കയറുന്നത് മീനമാസത്തിലെ മകേരിയ നാളിലാണ്. രണ്ടാമത്തെ ചടങ്ങായിട്ട് പറയുക തറയ്ക്കൽ പൂരമാണ്. അതായത് അത് തലേ ദിവസത്തെ പൂരം, മകം നാളിലെ പൂരം. മൂന്നാമത്തത് പറയാനാണെങ്കിൽ ദേവസംഗമാണ്. അതായത് പൂരത്തിൻ്റെ അന്ന് രാവിലെ, അതായത് സൂര്യാസ്തമയത്തിന് മുമ്പേ ഉള്ള ചടങ്ങുകളാണ് ദേവസംഗമം എന്ന് പറയുന്നത്. അന്ന് ഈ പാടത്ത്, ഈ നമ്മളിപ്പോൾ കണ്ടില്ലേ, ആ പാടത്ത് മറ്റ് ദേവീദേവന്മാരെല്ലാവരും വന്ന് അണിനിരക്കും. അപ്പം ഭഗവാനാണ് ആറാട്ടുപുഴ ശാസ്താവാണ് അവിടെ നിൽക്കുന്നത്. ഭഗവാനാണ് ആതിഥേയനായ ശാസ്താവാണ് നിൽക്കുന്നത്. നാലാമത്തെ ചടങ്ങായിട്ട് പറയുന്നത് അതായത് കൂട്ടിയെഴുന്നള്ളിപ്പ് വിശേഷമാണത്. അപ്പം ഈ തൃപ്രയാർത്തവർ വരവൊക്കെ എന്ന് പറഞ്ഞാൽ പള്ളിയോടത്തിൽ പ്രൗഢഗംഭീരമായ വരവാണ്. അങ്ങനെ തൃപ്രയാർത്തവർ പടിഞ്ഞാറേ ഭാഗത്തുള്ള കൈതവിളപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണ്. അർദ്ധരാത്രിയോടുകൂടെ എത്തുകയാണ്.
തൃപ്രയാർ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് മറ്റേ ദേവീദേവന്മാരെല്ലാം ഇരുവശങ്ങളിൽ നിന്നുകൊണ്ടാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് വരുന്നത്. അതിൽ ഒരു വശത്ത് ഊരകത്തമ്മ തിരുവടികളും ഒരു വശത്ത് ചേർപ്പ് ഭഗവതിയും ആയിട്ട് ഭഗവാൻ നിൽക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ നാരായണൻ ശ്രീ ഭഗവതിയോടും ഭൂമിദേവിയോടും കൂടെ നിൽക്കുന്ന പോലെയാണ്. ഊരകത്തമ്മ ലക്ഷ്മി ഭഗവതിയും ചേർപ്പിലമ്മ ഭൂമിദേവിയുമായിട്ട് ഭഗവാൻ നിൽക്കുകയാണ്. ചുറ്റിലും മറ്റ് ദേവീദേവന്മാരെല്ലാം അണിനിരക്കുകയാണ്. കൂട്ടിയെഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് തൃപ്രയാറപ്പൻ ശ്രീരാമസ്വാമി എന്നുള്ള അവതാര സ്വരൂപം വിട്ട് സാക്ഷാൽ മഹാവിഷ്ണു ആയിട്ടുള്ള സ്വരൂപത്തിലാണ് നിൽക്കുന്നത് ദേവിമാരോടൊപ്പം. പിന്നെ ആ സമയത്ത് 33 ദേവന്മാരും പൃഥുക്കളും യക്ഷകിന്നര ഗന്ധർവന്മാരും വരെ ഇവിടെ സന്നിഹിതരാവുത്രേ. അപ്പോഴാണ് സാക്ഷാൽ ദേവഭൂമിയായിട്ട് മാറുകയാണ് ഈ പാടവും ഈ ക്ഷേത്രവും ഇതിൻ്റെ ചുറ്റുപാടുകളും മുഴുവൻ. ആ സമയത്ത് ശരിക്കും ആ വൈകുണ്ഠ ദർശനം തന്നെയാണെന്നാണ് പറയണത്. ആ ഒരു ദർശനം അപ്പോൾ എല്ലാ ഭക്തന്മാരും വലം വെച്ച് നമസ്കരിക്കുകയാണ് ആ സമയത്ത് ഭഗവാനെ. അത്രയും ഒരു ദൈവീകമായ ദർശനമാണ് കൂട്ടിയെഴുന്നള്ളിപ്പിലൂടെ നമുക്ക് എല്ലാ ഭക്തന്മാർക്കും കിട്ടുന്നത്. ഇപ്പോൾ പൂരത്തിൻ്റെ 5ാമത്തെ ചടങ്ങായ ആറാട്ട് നടക്കുന്ന കടവിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് കരുവന്നൂർ പുഴയിലെ മന്ദാരക്കടവിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ കൂട്ടിയെഴുന്നള്ളിപ്പ് സൂര്യൻ ഉദിക്കുന്നവരെ തുടരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്രം നാളിൽ ആദ്യമുള്ളത് ആറാട്ടാണ്. അപ്പോൾ ഈ കൂട്ടിയെഴുന്നള്ളിപ്പിൻ്റെ അർദ്ധരാത്രി തൊട്ടിട്ട് തന്നെ ഈ കടവിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന അത്രയും വിശേഷപ്പെട്ട ഒരു കടവാണ്. ശരിക്കും ഇവിടെ വന്നിട്ട് ഇവിടെ ദേവീദേവന്മാരെ ആറാടുകയാണ്. പിന്നെ ഈ കൂട്ടത്തിൽ ഈ സമയത്ത് 33 ദേവീദേവന്മാരെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുത്രേ. പിന്നെയെന്ന് വെച്ചാൽ ഈ പുഴയിൽ അന്ന് ശരിക്കും കാശി വിശ്വനാഥനും ഗംഗാദേവിയും കൂടെ സാന്നിധ്യം ഉണ്ടാവുത്രേ. അപ്പോൾ അത്രയും പ്രധാനമാണ് ഈ കടവിന്, മന്ദാരക്കടവിന്. അപ്പോൾ ആദ്യം ഇവിടെ ആറാടുന്നത് വിഷഹാരിണിയായ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയാണ് അത്രേ. ദേവി ആറാടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ഒരു വിഷത്തിൻ്റെ സാന്നിധ്യമാണ്. എന്തെങ്കിലും വിഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ഇല്ലാതെയാവും. അതിനുശേഷമാണ് മറ്റുള്ള ദേവീദേവന്മാരെ ആറാടുന്നത്. ഏറ്റവും അവസാനമാണ് തൃപ്രയാർ ദേവരെ ആറാടുന്നത്. നോക്കി നിന്ന് പോവില്ലേ നമ്മൾ ശരിക്കും. ആ ഒരു അലൗകികമായ ഒരു ദർശനം അല്ലേ ശരിക്കും. രസമാണ്. ആറാട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചടങ്ങ് യാത്രയപ്പാണ്. അതായത് ഉപചാരം ചൊല്ലി പിരിയാണ്. ഈ ദേവീദേവന്മാരെല്ലാവരും തമ്മിൽ പിരിഞ്ഞ് ഇനി അടുത്ത പൂരത്തിന് കാണാം എന്നുള്ള ഉറപ്പും മേൽ പിരിയാണ്. അപ്പോൾ ശാസ്താവ് സ്വന്തം ശിഷ്യനാണല്ലോ തൃപ്രയാർ ദേവർ. അപ്പോൾ അദ്ദേഹത്തിന് യാത്രയക്കാൻ 7 ഖണ്ഡം വരെ പോത്രേ യാത്രയക്കാൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ചടങ്ങുകൾക്കെല്ലാം ഉള്ളൊരു ഇമോഷണൽ ടച്ച് ആലോചിച്ച് നോക്കൂ. ഇതിനെല്ലാം മനുഷ്യ മനസ്സിൻ്റെ ഒരു ആർദ്രതയെ തൊട്ടുണർത്താനുള്ള കഴിവുണ്ട്. ഇത് ഉപചാരം ചൊല്ലി പിരിയുന്ന സമയത്ത് ഭക്തന്മാരുടെ ഹൃദയത്തിലും ഒരു വിങ്ങൽ, ഒരു തുള്ളി കണ്ണുനീര് വരുന്നുണ്ട്. പിന്നെ വരുന്ന അടുത്ത 7ാമത്തെ ചടങ്ങാണ് ഗ്രാമബലി എന്ന് പറയുന്ന ചടങ്ങ്. അത് ഗ്രാമരക്ഷ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ചടങ്ങ് കൊടിക്കുത്താണ്. അതായത് കൊടിമരം താഴ്ത്തലാണ്. ഈ ഉത്സവം പൂരം അവസാനിക്കുന്നതാണ്. ഇവിടുത്തെ വഴിപാടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കളഭാഭിഷേകം, പിന്നെ തീരൂട്ട്, അട, പിന്നെ മഹാഗണപതി ഹോമൊക്കെ ഉണ്ട്. ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, മീനത്തിലെ പൂരം, ആറാട്ടുപുഴ പൂരം പ്രധാന ഉത്സവം, പിന്നെ മിഥുനത്തിലെ പ്രതിഷ്ഠാദിനം, കർക്കിടകത്തിലെ മഹാഗണപതി ഹോമം, പിന്നെ എള്ളുതിരി കത്തിക്കലുണ്ട് കേട്ടോ ശാസ്താവിൻ്റെ ക്ഷേത്രമല്ലേ. അപ്പോൾ ആറാട്ടുപുഴ പൂരം എന്ന് വെച്ചാൽ അത് വെറും ഒരു കാഴ്ചയുടെ പൂരം മാത്രമല്ല, അത് എന്ന് വെച്ചാൽ കേൾവിയുടെയും നാദത്തിൻ്റെയും പൂരം കൂടിയാണ്. ഇപ്പോൾ പാണ്ടിമേള ആയാലും ശരി, പഞ്ചാരിമേള ആയാലും ശരി, അതിൻ്റെ പൂർണ്ണതയോടും ഭംഗിയോടും കൂടെ ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ട് ആറാട്ടുപുഴ പൂരത്തിന് വരാവുന്നതാണ്. അപ്പോൾ അത്രയും പ്രത്യേകതയുള്ള ഒരു ദേവസംഗമ ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തൃശ്ശൂർ നഗരത്തിൽ എത്തുകയാണെങ്കിൽ നിങ്ങളേവരും ഇവിടെ വന്ന് തൊഴേണ്ടതാണ്. പൂരത്തിനെത്താൻ പറ്റിയില്ലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്നൊരു തൊഴേണ്ട ക്ഷേത്രമാണ്. നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ വിനേട്ടനും വാക്കുകളിലൂടെ എനിക്കും നിങ്ങളുമായിട്ട് ഇത്രയും നേരം സംവദിക്കാനുള്ളൊരു ഭാഗ്യം സർവേശ്വരൻ തന്നു. നമ്മളെല്ലാവരെയും ആറാട്ടുപുഴ ശാസ്താവ് അനുഗ്രഹിക്കട്ടെ.
ഇങ്ങനെയുള്ള പുണ്യ ഭൂമികളിൽ വെച്ച് ഇത്രയും മഹത്തായ നമ്മുടെ സംസ്കാരം ഉറങ്ങുന്ന മണ്ണുകളിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടാനുള്ള അവസരം സർവേശ്വരൻ ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മകൾ വരട്ടെ.